ഹലോ ഗൈസ്, ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം സെൻസറി വാവ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം 2 ലൈന് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ആ ഡൈജസ്റ്റ് ആവാത്തതിനെ കൊണ്ട് അടുത്തത് ഒന്നും കൂടി ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഉറപ്പിക്കാൻ. അപ്പം അതിനു വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പം നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി 1 അല്ല 2 എണ്ണം വാങ്ങിക്കൊണ്ടുവന്ന്, കാരണം ഇതിൻ്റെ ഡൗട്ട് വേണ്ട. അപ്പം ടെസ്റ്റ് ചെയ്തു, 2ലും ഇങ്ങനെ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്. എന്താണ് 2ലും കാണിക്കുന്നുണ്ട്. നമ്മള് ദുബായിൽ പോയപ്പോൾ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല, കാരണം നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ബബ്ലൂസിനെ കണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ എന്നോട് പറയുന്നത് ഈ റൂമിൽ നിന്നായിരുന്നു, ഈ വീട്ടിൽ നിന്നായിരുന്നു. അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, 4-5 കൊല്ലം മുന്നേ. അത് ഈ വീട്ടില് നമ്മള് തീരെ പ്ലാൻഡ് അല്ലേ ഇവിടെ വരണം എന്നൊന്നും അല്ലേ. നമ്മളിന്ന് രാത്രി എത്തി ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇതിൽ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇതാണോ ഇപ്പം എനിക്ക് വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു PCOD. അപ്പൊ അതിന് വേണ്ടി ചെക്ക് ചെയ്യാൻ പോവാലോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇരുന്നപ്പോ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തു. ആദ്യത്തേത് അപ്പൊ ഒരു ഡൗട്ട്, അതാ പിന്നെയും പോയി 2 എണ്ണം വാങ്ങിയത്. ഇനി എന്താ നമ്മൾ എത്രയും പെട്ടെന്ന് കോഴിക്കോടുള്ള ലാബ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, കാരണം മിഷനിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ വേഗം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്നായിരുന്നു നമ്മളെ മൈൻഡിൽ. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിയും. നമുക്ക് സത്യമായിട്ടും അതൊന്നും ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വേഗം ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. 2 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. ആ 2 മണിക്കൂർ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പം തന്നെ അവിടെ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് വേറെ സ്കാനിങ് സെൻറ്റർ എവിടെയുള്ളതെന്ന് നോക്കി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. അവിടെ പോയപ്പം ടൈം കഴിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ സ്കാനിങ്ങിൻ്റെ ഡോക്ടർ പോയിരുന്നു. നമ്മൾ ഭയങ്കര ടെൻഷൻ ലൈഫിന് വേറെ എവിടെ പോകുന്ന പറഞ്ഞാൽ ഗൂഗിളിൽ ഫുള്ള് സെർച്ച് ചെയ്ത് വേറെ സ്ഥലത്ത് വിളിച്ച് നോക്കിയപ്പം അങ്ങോട്ട് വന്നോളൂ, നമുക്കിപ്പോൾ തന്നെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമാണ് ഒരു സമാധാനമായത്. നമ്മൾ വേഗം കാറെടുത്ത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വരുന്നവരെ കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തോണ്ട് സ്കാനിങ്, അതെ ഇപ്പൊ ഈ സമയം ആയതുകൊണ്ട് സ്കാനിങ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല. 1-2 സ്ഥലത്ത് പോയി, അവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ പെട്ടെന്ന് എത്താൻ പറഞ്ഞു. കോഴിക്കോട് ഈ ടൈമിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അതെ, അപ്പൊ നമ്മൾ എങ്ങനെങ്കിലും അവിടെ വേഗം എത്താൻ വേണ്ടി നോക്കണം. അപ്പൊ അവിടെ ചെന്നിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതും കൂടി കഴിഞ്ഞാലേ കൺഫർമേഷൻ കിട്ടുള്ളൂ. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് 2 മണിക്കൂർ 7 മണിയാകുമ്പോൾ തരാം, വാട്സാപ്പിൽ അയച്ചു തരാന്ന് പറഞ്ഞെങ്കിൽ. ഇതിപ്പം അതിന്റെ മുന്നേ കിട്ടിയിട്ട് വേഗം വീട്ടിൽ പോയിട്ട് ബബ്ലൂസിന്റെ അടുത്തേക്ക് പോകാൻ പോവുക. ഓൾറെഡി രാത്രി സിനിമയൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ആള് ഓൾറെഡി പിണക്കത്തിലാണ് കൂട്ടാണ്ട വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പോയിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം മെല്ലെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അറിയില്ല എങ്ങനെയാ പറയാന്നുള്ളത്. പക്ഷേ യെസ്, അയ്യോ. ഞങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ആ സ്കാനിങ് സെൻറ്ററിൽ എത്തിയിട്ട് ഏതെന്നൊക്കെയാണെന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ സ്കാൻ ചെയ്ത് കുഞ്ഞിനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഭയങ്കര രീതിയിൽ ടെൻഷനായി. അവർ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഏർലി സ്റ്റേജ് സ്കാൻ ചെയ്തതിനെ കൊണ്ടാണ് അങ്ങനെ വന്നത്. ഞങ്ങളൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ട് അമ്മേനോട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കിത് സർപ്രൈസായിട്ട് കൊടുക്കുന്നത്, ഈ ഒരു സർപ്രൈസ്. അപ്പോൾ അമ്മേനങ്ങനെ അവിടെ ഇരുത്തിയതാണ്. അമ്മേൻ്റെ റിയാക്ഷൻ നമുക്ക് കാണാം. ഒരു കുരുത്തക്കാരും കൂടി ഞെട്ടിപ്പോയമ്മേ, ഇമ്പളേ ഞെട്ടിപ്പോയി നിൽക്കുക, തീരെ പ്രതീക്ഷിക്കാതെ. അയ്യോ, ഒന്ന് ചെയ്ത് അതില് വിശ്വസിക്കാണ്. പിന്നെ 2 വാങ്ങിക്കൊണ്ടു.
എന്നിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ടും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിനാണ് ഞങ്ങൾ പോയി പിന്നെ സ്കാനിങ് ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരു വീഡിയോ എടുക്കാണ്ട് ഷൂട്ട് ചെയ്യാണ്ട് അച്ഛനോട് ഇരിക്കി. അതേപോലെ തന്നെ അമ്മേനോട് പറഞ്ഞു അതേ ടെക്നിക്ക് തന്നെ അച്ഛനോടും പറഞ്ഞു അച്ഛൻ റെഡിയായി നിൽക്ക് ഒരു വീഡിയോ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വാവ കാണിക്കുകയാണ് അച്ഛനോടും. കണ്ണ് പറഞ്ഞോ എന്താ മനസ്സിലായോ? അച്ചാച്ചൻ വീണ്ടും കളറുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സ്പീച്ച്ലെസ് ആണ്. അച്ഛൻ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കുക. വീണ്ടും പിന്നെയുള്ള 2 ആഴ്ച നല്ല ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി കൊയിലാണ്ടി തന്നെ. ആ സ്കാൻ ചെയ്ത് കുഞ്ഞിനെ കണ്ടു. അതൊരു പ്രത്യേക ഫീലായിരുന്നു. എന്താ പറയുക. അപ്പോൾ ഇന്നാണ് നമുക്ക് ശ്വാസം വീണത്. എന്താ പറയുക, അന്ന് നമ്മൾ എല്ലാവരും കാണിച്ചു സ്കാൻ ചെയ്തിട്ടോ. ഇപ്പം എത്ര ആഴ്ച കഴിഞ്ഞിട്ടപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ആഴ്ചയാണ് വരുന്നത്. നമ്മൾ അന്ന് ആദ്യം തന്നെ സ്കാൻ ചെയ്തപ്പോൾ എംബ്രിയോ കണ്ടില്ല. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു, ബബ്ലൂസിനെ കാണിച്ച പോലെ തന്നെ ബബ്ലു ഡോക്ടറായിരുന്നു കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ വെറുതെ കുറെ ടെൻഷൻ അടിക്കേണ്ടി വന്നു. ഈ നിമിഷം വരെ എന്ന് വെച്ചാൽ ഇതിന് തൊട്ട മുന്നത്തെ വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എംബ്രിയോ കാണാത്തതിനെ കൊണ്ട്. ഇപ്പം ഇവിടെ വന്നു, മൈക്രോ ലാബിലാണ് വന്നത്. അവിടുന്ന് സ്കാൻ ചെയ്തു, നമ്മൾ കണ്ടു. ഹെൽത്ത് ലാബ് കൊയിലാണ്ടി. അതെന്താ എടുത്തു പറഞ്ഞെന്ന് വെച്ചാല് അത്ര അടിപൊളി സർവീസ് ആയിരുന്നു അവിടെ. നമ്മൾക്ക് പോയാലൊരു മനസ്സിന് ഇതുണ്ടായിട്ട് പറയില്ല, പ്രൊമോഷനോ ഒന്നുമല്ല, നമ്മളല്ലാതെ കൊയിലാണ്ടിയുള്ള ഒരു ലാബിൽ ജസ്റ്റ് വിളിച്ചു വെച്ചിട്ട് അങ്ങനെ നമ്മൾ പോകുന്നതാണ്. പക്ഷെ അടിപൊളി സർവീസ് ആയിരുന്നു. എല്ലാവരും അത് എല്ലാവരോടും അല്ലേ, എല്ലാവരെയും അവിടെ ടേക്ക് കെയർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഹാപ്പി, അതും ഭയങ്കര ഹാപ്പി ആയി. നമുക്ക് അത്രയും കംഫർട്ടും ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തു, കുഞ്ഞിനെ കണ്ടു. ഇപ്പൊ സമാധാനം. സ്പെഷ്യലായിട്ട് നമുക്ക് ഈ ഒരു വ്യൂ എടുത്തു തന്നു. അങ്ങനെ ഇപ്പൊ ഭയങ്കര സ്പെഷ്യലായിട്ട് നിൽക്കുകയാണ്. എന്താ പറയാ, നമ്മൾ അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പെട്ടെന്ന് ടെൻഷനിലേക്ക് പോയി. ആ ടെൻഷൻ ഇപ്പാണൊന്ന് കുറഞ്ഞതല്ലേ എന്ന് വെച്ചാൽ കുഞ്ഞിനെ കാണാത്തപ്പം സ്കാൻ ചെയ്തപ്പം അവിടുന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷം വന്നു. പിന്നെ ഇതൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിട്ട് നമ്മളെല്ലാരോടും പറഞ്ഞപ്പോഴും ഈ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. ഇല്ല, അധികാരോടും പറഞ്ഞിട്ടില്ല, വളരെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പം നമ്മളെ പ്രഗ്നൻസി വീഡിയോസും കാര്യങ്ങളൊക്കെ സെൻസറി ഡബിൾസറ വണ്ടില് 11/11/2025 ശ്വാസം വിട്ടു. 11/11. അപ്പം നമ്മൾ പ്രഗ്നൻസി വീഡിയോസും വ്ളോഗ്സും മെയിനായിട്ട് ചെയ്യുക സെൻസറി ഡബിൾസറ വണ്ടിയിലായിരിക്കും. അപ്പം ഇതിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാം അതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതിലും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും എന്താ പറയുക എല്ലാം വേണം, സപ്പോർട്ടും പ്രാർത്ഥന എല്ലാം വേണം. എന്തായാലും ബായ്. ഈ ഒരു വിഷയം ബബ്ലൂസിനെ അറിയിക്കാൻ പോവുകയാണ്. അപ്പം എന്തായാലും ബായ്. ഈ വീഡിയോ എന്തായാലും ഇവിടെ അത് സെൻസറിന്റെ ചാനലിൽ വരും വീഡിയോ. ബായ്. ഈ വീഡിയോ ഇവിടെ എൻ്റെ ഒക്കെയാണ്. ബായ്.